നടൻ ബാബുരാജ്, സംവിധായകൻ വി എ ശ്രീകുമാർ മേനോൻ എന്നിവർക്കെതിരെ പോലീസിൽ പരാതി. പീഡനാരോപണം ഉന്നയിച്ച ജൂനിയർ ആർട്ടിസ്റ്റാണ് പരാതി നൽകിയത്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി. ഷഹദ്, ഇന്നലെ തന്നെ അവർ വെളിപ്പെടുത്തിയതാണ്. പക്ഷേ ഈ സംഭവം ഉണ്ടായത് വർഷങ്ങൾക്ക് മുൻപാണെങ്കിലും അന്ന് കൂടുതൽ നടപടികളിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. അത് എസ് പിയോടൊക്കെ സംസാരിച്ചതാണ്. എസ് പിയുടെയും പ്രതികരണം വന്നിരുന്നു, അത്തരം നടപടികളിലേക്ക് കടക്കണമെന്ന് ഉപദേശം നൽകിയതാണ് എന്ന്. പക്ഷേ അത് കഴിഞ്ഞിരുന്നില്ല എന്നവർ തുറന്നു പറഞ്ഞതാണ്. ഇപ്പോൾ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണോ അവർ? തീർച്ചയായും അനുജ, 2019-2020 കാലഘട്ടത്തിലാണ് ഈ രണ്ട് സംഭവങ്ങൾ നടക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ കളമശ്ശേരിയിലുള്ള പോലീസിൽ ഈ യുവതി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്ന് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും ഉദ്യോഗസ്ഥർ പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അവർക്ക് ദുബായിലേക്ക് പോകേണ്ട ആവശ്യമുള്ളതിനാൽ ഈ പരാതിക്ക് പുറകെ നടക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ടായിരുന്നു അന്ന് അവർ പരാതിയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട 24-ൽ ഇവർ വെളിപ്പെടുത്തിയതോടുകൂടി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ഈ യുവതിയെ വിളിക്കുകയും ഈ യുവതിയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഈ പോലീസ് സംഘം പറഞ്ഞതനുസരിച്ചാണ് ഇന്ന് രാവിലെ 8:30യോടുകൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകിയിട്ടുള്ളത്. രണ്ടു പേർക്കെതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത്. ഒന്ന് നടനായിട്ടുള്ള ബാബുരാജ്, മറ്റൊന്ന് സംവിധായകനായിട്ടുള്ള ശ്രീകുമാർ മേനോൻ എന്നിവർക്കെതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത്. അതിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഇന്നലെ യുവതി 24-ൽ വന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഈ പരാതിയിൽ വിശദീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 2018 കാലയളവിൽ നടൻ ബാബുരാജിന്റെ മൂന്നാർ കമ്പിലാനിലുള്ള റിസോർട്ടിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. പലതവണ അദ്ദേഹം മോശമായിട്ട് പെരുമാറി. അതിനെ തുടർന്ന് അവിടെ നിന്നും രാജിവെച്ച് പുറത്തു പോവുകയും ചെയ്തു. പിന്നീടാണ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം തന്നെ വിളിക്കുന്നത്, സിനിമയിൽ ഒരു റോൾ ഉണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. നല്ല അവസരമാണെന്ന് ഓഫർ ചെയ്യുന്നു. തുടർന്ന് കൊച്ചി ആലുവയിലുള്ള വീട്ടിലേക്ക് വരാൻ പറയുന്നു. ആ വീട്ടിലേക്ക് വന്ന സമയത്ത് ബാബുരാജിന്റെ മാനേജർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ജീവൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നത്. ജീവൻ അവിടെ സൗകര്യം ഒരുക്കി തരുന്നു, അതായത് അവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി. പിന്നീട് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ എന്ന പേരിൽ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് ബാബുരാജാണ്. ആ ഘട്ടത്തിലാണ് ബാബുരാജ് മുറിയിൽ കയറി കതകടയ്ക്കുകയും പിന്നെ തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നൊരു കാര്യം വിശദമായിട്ട് ഈ പരാതിയിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ശ്രീകുമാർ മേനോന്റെ പരാതി അത് ഇങ്ങനെയാണ്: പരസ്യത്തിൽ അഭിനയിക്കാൻ അവസരം നൽകാം എന്ന് പറഞ്ഞാണ് ശ്രീകുമാർ മേനോൻ തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വിശദ വിവരങ്ങൾ നേരിട്ട് കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു എറണാകുളത്തെ ക്രൗൺ പ്ലാസ എന്ന ഹോട്ടലിലേക്ക് ബാബുരാജിനെതിരെയും ശ്രീകുമാർ മേനോനെതിരെയും പരാതി നൽകിയ, ഇന്നലെ വെളിപ്പെടുത്തൽ നടത്തിയ ജൂനിയർ ആർട്ടിസ്റ്റ് പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. നമ്മൾ ഒരു ഇടവേള കൂടി എടുക്കുന്നു, വേഗം മടങ്ങിയെത്താം.